സംസ്ഥാനത്ത് 2 വർഷത്തിനിടെ ബാറുകളിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ കുത്തനെ ഇടിവ് 50 കോടിയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2016-ൽ 29-ൽ നിന്നും 850ഓളമായി ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോഴാണ് നികുതി വരുമാനം താഴേക്ക് പോകുന്നത്. എന്നാൽ വരുമാനക്കുറവിന്റെ കാരണം അറിയില്ലെന്ന വിചിത്രമായ മറുപടിയാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകുന്നത്. ജനം ബ്രേക്കിംഗ്. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. പ്രജിത്, ഒന്ന്, ഈ സർക്കാരിൻ്റെ മദ്യനയം എന്നത് കേരളത്തെ കുടിപ്പിച്ച് കിടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇവർ പറഞ്ഞത് വലിയ തോതിലുള്ള നികുതി വരുമാനം കിട്ടുമെന്നതാണ്. പക്ഷേ ഇതാ ഇപ്പോൾ കാണുന്നത് ആ വരുമാനവും കിട്ടുന്നില്ല. മാത്രമല്ല, ഈ വരുമാനം എങ്ങോട്ട് പോയി എന്നതിൻ്റെ കൃത്യമായ ഉത്തരവും നൽകുന്നില്ല. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗൗതം, വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം 2016-ൽ 29 ബാറിൽ നിന്ന് പിന്നീട് ഏതാണ്ട് 880ഓളമായി സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം പിണറായി വിജയൻ സർക്കാരുകൾ 2 ടേബിളായി വർദ്ധിപ്പിച്ചിരുന്നു. 29-ൽ നിന്ന് നേരത്തെ അനുമതി റദ്ദായിരുന്ന 442 ബാറുകളുടെ ലൈസൻസ് പുനഃസ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഒന്നാം പിണറായി 180-നടുത്ത് ബാറുകൾക്കും സർക്കാർ അനുമതി നൽകിയിട്ടുള്ള സാഹചര്യമുണ്ട്. എന്നാലും ഈ ബാറുകളുടെ മുഴുവൻ വിശദാംശങ്ങളും വിവരങ്ങളും ഇതുവരെയും വിവരാവകാശ നിയമപ്രകാരവും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോഴും ഈ ബാറുകളുടെ എണ്ണം ഏതാണ്ട് 850ഓളമായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട നികുതി വരുമാനത്തിൽ അതിൽ ഗണ്യമായ കുറവുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിൽ തന്നെ വ്യക്തമാകുന്നത്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകിയ മറുപടി പ്രകാരം 2022-23 കാലഘട്ടത്തിൽ ഈ മദ്യം, അതായത് ബിയർ, വൈൻ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അടക്കമുള്ളവയുടെ വിൽപ്പന നികുതിയിൽ ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയിരുന്നത് 617.23 കോടിയാണ്. എന്നാൽ 2023-24 ആകുമ്പോഴേക്കും 3 കോടിയാണ്. എന്നാൽ 2023-24 ആകുമ്പോഴേക്കും അതിൽ ഏതാണ്ട് 37.38 കോടിയുടെ ഇടിവുണ്ടായി 579 കോടിയായി കുറയുന്നു. 2024-25 കാലത്ത് വീണ്ടും ഒരു 12.92 കോടിയുടെ കുറവ് കൂടി ഉണ്ടാകുന്നു. അങ്ങനെ 566.93 കോടിയായും ഈ ടേൺ ഓവർ ടാക്സ് സംസ്ഥാന സർക്കാർ ലഭിച്ചുകൊണ്ടിരുന്ന ടേൺ ഓവർ ടാക്സിൽ കുറവുണ്ടാക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതായത് ഫലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ബാറുകൾക്ക് അനുമതി നൽകി, കൂടുതൽ ബാറുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടും സംസ്ഥാന സർക്കാരിന് ലഭ്യമാകേണ്ട നികുതി വരുമാനത്തിൽ വലിയ കുറവുണ്ടാകുന്നു എന്നുള്ളതൊരു വിരോധാഭാസം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ നികുതി വരുമാനം കൂടേണ്ടതാണ്, കൂടിയതായി കണക്കുകളിൽ കാണുന്നുമില്ല. അപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് പ്രസക്തമായി ഈ എക്സൈസ് വകുപ്പിലേക്ക് സോഴ്സുകൾ തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള പരിശോധനകൾ, അതായത് ഈ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ബാറുകളിൽ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിലൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊന്നും കണ്ടെത്താനുള്ള കൃത്യമായ പരിശോധനകൾ എക്സൈസിന്റെയോ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശ്രമിച്ചാൽ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പരിശോധനകൾ കൃത്യമായി നടക്കാതെ പോകുന്നതിന്റെ ഭാഗമായി ക്രമക്കേടുകൾ വർദ്ധിക്കുകയും ആ രീതിയിൽ സംസ്ഥാന സർക്കാരിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് പരിഹരിക്കാനുള്ള ഇടപെടലുകളോ നടപടികളോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വർഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബാറുകൾക്ക് അനുമതി നൽകാനുള്ള സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ സാഹചര്യം ഇതായിരിക്കെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാരിന് നികുതി വരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായ വിവരങ്ങൾ, കാരണങ്ങൾ തങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകുന്ന മറുപടി. അങ്ങനെ ബാറുകളുടെ എണ്ണം കൂടുന്നു, മദ്യത്തിന്റെ ഒഴുക്ക് കൂടുന്നു, മദ്യവിഭോഗം കൂടുന്നു, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പോലെ കൂടുതൽ അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് സർക്കാരിന്റെ മദ്യനയം വരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ശരി, നികുതി വരുമാനത്തിൽ മാത്രം ഇടിവ് സംഭവിക്കുന്ന ഒരു വിചിത്രമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഗൗതം, സംസ്ഥാനത്ത് 2 വർഷത്തിനിടെ ബാറുകളിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ കുത്തനെ ഇടിവുണ്ടായിരിക്കുകയാണ്. 50 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ബാറുകളുടെ എണ്ണം സംസ്ഥാന സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടും ഈ വരുമാനം എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകാനും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. വളരെ സുപ്രധാനമായ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത് പ്രജിത് മോഹൻ.